നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതസൗഹൃദത്തിന് മാതൃകയായി കഴിമ്പ്രം, കാഞ്ഞിരപ്പള്ളിയും കരയാമുട്ടം ജുമാ മസ്ജിദ്. കഴിമ്പ്രം ബീച്ചിനടുത്ത് ഒഴിഞ്ഞ പറമ്പിൽ പോസ്റ്റിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം. സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂർ. വന്നിത്തടം സെൻട്രൽ തുടർച്ചയായി രണ്ടാം ദിവസവും അപകടം. ബാംഗ്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 6 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. മതസൗഹൃദത്തിന് മാതൃകയായി കഴിമ്പ്രം, കാഞ്ഞിരപ്പള്ളിയും കരയാമുട്ടം ജുമാ മസ്ജിദ്. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീരാജരാജേശ്വരി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി വർഷം തോറും നടത്താറുള്ള ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം നടന്നു. 25ഓളം ക്ഷേത്രങ്ങളുടെയും തഴമ്പ്ര, കാഞ്ഞിരപ്പള്ളിയുടെ, കരയാമുട്ടം ജുമാ മസ്ജിദിന്റെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. ഗജവീരൻ ചിറക്കൽ പരമേശ്വരനാണ് ദേവിയുടെ തുഴമ്പീരുന്നത്. നിരവധി ഭക്തജനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും വഴിപാട് സമർപ്പിച്ചുകൊണ്ടും ദേവിയെ വരവേറ്റു. കാഞ്ഞിരപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തിന് മഹൽ കമ്മിറ്റി സെക്രട്ടറിയായ അബ്ദുൽകുട്ടി, വൈസ് പ്രസിഡന്റ് ജമാലുദ്ദീൻ, കമ്മിറ്റി മെമ്പർമാരായ കരീം പോക്കാക്കിലത്ത്, ഇസ്മായിൽ മുന്നാക്ക പറമ്പിൽ, സേതു മുഹമ്മദ് എന്നിവർ സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വൈകിട്ട് ദീപാരാധന തുടർന്ന് കൊടിയേറ്റ കലാപരിപാടികൾ, എൻവോയ്മെന്റ് വിതരണം, പ്രസാദ ഊട്ട് രാത്രി 12 മണിക്ക് നടന്നു. ജനുവരി ശനിയാഴ്ചയാണ് ക്ഷേത്ര മഹോത്സവം. കഴിമ്പ്രം ബീച്ചിനടുത്ത് ഒഴിഞ്ഞ പറമ്പിൽ പോസ്റ്റിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം. രാവിലെ 9 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. നാട്ടിക ഫയർ സ്റ്റേഷനിൽ നിന്ന് ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ബൈജു, SFRO നിഷാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കി. സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂർ. തൃശൂർ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂർ. കഴിഞ്ഞ വർഷം നേരിയ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ കലാകിരീടമാണ് കണ്ണൂർ തിരിച്ചുപിടിച്ചത്. നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂരിന്റെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് കണ്ണൂരിന്റെ കിരീട നേട്ടം. 1023 പോയിന്റുമായി കണ്ണൂർ ഒന്നാമതെത്തിയപ്പോൾ 1018 പോയിന്റുകളുമായി തൃശൂർ തൊട്ട് പിന്നിലുണ്ട്. 249 മത്സര ഇനങ്ങളുടെ ഫലപ്രഖ്യാപനം പുറത്തു വന്നതോടെ ഏറ്റവും അധികം പോയിന്റുകൾ നേടി കണ്ണൂർ ജില്ല കലാകിരീടം ചൂടുകയായിരുന്നു. 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കണ്ണൂർ ജില്ലയ്ക്ക് നടൻ മോഹൻലാൽ സ്വർണ്ണക്കപ്പ് സമ്മാനിക്കും. 3ാം സ്ഥാനത്തുള്ള കോഴിക്കോട് 1013 പോയിന്റാണുള്ളത്. വന്നിത്തടം സെൻട്രൽ തുടർച്ചയായി രണ്ടാം ദിവസവും അപകടം. ബാംഗ്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 6 പേർക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരിയിൽ നിന്ന് വരികയായിരുന്ന ബസ്സും കേച്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന 6 പേർക്കും പരിക്കേറ്റു. കാസർഗോഡ് സ്വദേശികളായ സൂഫി, ഹസീന, അബ്ദുൽ ഖാദർ, അബ്ദുള്ള, അബ്ബാസ്, മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ തിരുവനന്തപുരത്ത് നിന്നും കാന്താപുരം സമസ്തയുടെ കേരളയാത്ര സമാപന സമ്മേളനം കഴിഞ്ഞു വന്നവരാണ്. പരിക്കേറ്റവരെ യൂത്ത് ബോയ് ആംബുലൻസ് പ്രവർത്തകരും അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വന്നിത്തടം സെൻട്രൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച 5 മണിയോടെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും പിക്കപ്പ് വാൻ കാറും കൂട്ടിയിടിച്ചു 14 അയ്യപ്പ ഭക്തന്മാർ പരിക്കേറ്റിരുന്നു. ഇത്തരത്തിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമാണ്. രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെയാണ് സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. രാത്രി 11 മണി മുതൽ രാവിലെ 7 മണി വരെയുള്ള സമയങ്ങളിലാണ് അപകടങ്ങൾ കൂടുതൽ നടക്കുന്നത്. സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി മാറ്റണമെന്നും റോട്ടിൽ സ്പീഡ് ബ്രേക്കുകളും സെന്ററിന് മുൻപായി വേഗത കുറയ്ക്കാനുള്ള സൂചനാ സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കണമെന്ന് പൊതുപ്രവർത്തകരായ ഷറഫ് പന്നിത്തടം, റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യയിലെ ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ ഓഫ് കേരളയുടെ ഫാമിൽ വനാമി ചെമ്മീൻ വളർച്ചയില്ലാത്തതിനാൽ നഷ്ടത്തിൽ കലാശിക്കുന്നു. വളർച്ചയില്ലാത്തതിനാൽ 80 ദിവസം പ്രായമായപ്പോൾ തന്നെ വിളവെടുക്കേണ്ടി വന്നു. 120 ദിവസത്തിൽ 18 മുതൽ 25 ഗ്രാം വരെ തൂക്കം ലഭിക്കേണ്ട അവസ്ഥയിൽ ഇപ്പോൾ ശരാശരി 8 ഗ്രാം വരെയാണ് ഉള്ളത്. ഇനി 120 ദിവസം എത്തിച്ചാൽ തീറ്റ കൊടുക്കുന്ന ചിലവുകൾ കൂടി നഷ്ടമാകുന്ന കണക്കുകൂട്ടലിലാണ് വിളവെടുപ്പ് നേരത്തെ ആക്കിയത്. വളർച്ച കുറയാൻ ഇടയാക്കിയത് കുഞ്ഞിന്റെയും തീറ്റയുടെയും ഗുണനിലവാരം കുറഞ്ഞതാണോ വളർത്തുന്നതിലുണ്ടായ പിഴവാണോ എന്ന കാര്യത്തിൽ
അന്വേഷണം വേണ്ടിവരും. കുഞ്ഞുങ്ങളുടെയും തീറ്റയുടെയും ഗുണനിലവാരം കുറഞ്ഞാലും പരിചരിക്കുന്നതിൽ സാങ്കേതിക കാര്യങ്ങൾ വീഴ്ച ഉണ്ടായാലും വളർച്ച കുറയാനുള്ള സാധ്യതയുണ്ട്. കുളത്തിലെ വെള്ളത്തിന്റെ pH ഉൾപ്പെടെയുള്ള ഗുണനിലവാരം കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ചായിരിക്കണം കൃഷി നടത്തേണ്ടത്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഓരോ തവണയും ടെൻഡർ വഴിയാണ് തീറ്റകൾ സംസ്ഥാന തലത്തിൽ വാങ്ങുന്നത്. ശരാശരി തൂക്കം വർദ്ധിക്കുന്നതിനനുസരിച്ച് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്ക് വില ലഭിക്കുന്നത് മുൻ വർഷങ്ങളിൽ പ്രാദേശിക വിപണിയിൽ 300 മുതൽ 350 വരെ വിലയുണ്ടായിരുന്നത് തൂക്കം കുറഞ്ഞതോടെ 200 രൂപയിൽ ഒതുങ്ങി. ഫാമിലെ 2 കുളത്തിലെ 10 ലക്ഷം വരാനി കുഞ്ഞുങ്ങളെയാണ് വളർത്തിയത്. മാനിനെ വിഴുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. കുണ്ടായി ഹരിസൺ റബ്ബർ തോട്ടത്തിലാണ് മലമ്പാമ്പിനെ കണ്ടത്. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു. പാലപ്പള്ളിയിൽ നിന്നെത്തിയ വനപാലകർ മലമ്പാമ്പ് വിഴുങ്ങിയത് മാനിനെയാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് പാമ്പിനെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. 12 അടിയിലേറെ നീളമുള്ളതാണ് മലമ്പാമ്പ്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ യുവാവിനെ കാണാതെ. മേത്തല അറുകാട് സുഗുവിന്റെ മകൻ 34 വയസ്സുള്ള കൃഷ്ണകുമാറിനെയാണ് ശനിയാഴ്ച രാത്രി 8 മണിക്ക് ശേഷം കാണാതായത്. ഇത് സംബന്ധിച്ച് കുടുംബം കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യുവാവിനെ കണ്ടെത്തുന്നവർ ദയവായി താഴെ കാണുന്ന ഏതെങ്കിലും നമ്പർ വിളിച്ചറിയിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതസൗഹൃദത്തിന് മാതൃകയായി കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളിയും കരയാമുട്ടം ജുമാ മസ്ജിദ്. കഴിമ്പ്രം ബീച്ചിനടുത്ത് ഒഴിഞ്ഞ പറമ്പിൽ പോസ്റ്റിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം. സ്വർണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂർ. വന്നിത്തടം സെൻട്രൽ തുടർച്ചയായി 2ാം ദിവസവും അപകടം. ബാംഗ്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 6 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.